ഫോട്ടോ ഇന്ന് എടുത്തതാണോ? ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ, ആ പെണ്ണിൻ്റെ കൂടെ എന്തിനാ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്? ഏത് ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിലും നിനക്കെന്താ മനസ്സിലാവാത്ത? ജസ്റ്റ് വോണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് യു. ആൻഡ് എനിക്കിഷ്ടമല്ല നീ ഫ്രണ്ട്സിൻ്റെ കൂടെയും വേറെ ആൾക്കാരോട് സംസാരിക്കുന്നതും പെൺപിള്ളേർക്ക് ഈ മെസ്സേജ് അയക്കുന്നതൊന്നും. എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ആകെ 5 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തും പോകണ്ട, എൻ്റെ കൂടെ ഇരുന്നാൽ മതി. റിലേറ്റബിൾ ആണോ? ആയിരിക്കുന്നല്ല, ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന അല്ലെങ്കിൽ ആയിരുന്ന പലർക്കും, ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്, രണ്ടുപേർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം റിലേഷൻഷിപ്പിലായിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റേജിലൊക്കെ സ്നേഹം കൊണ്ടല്ലേ എന്നൊക്കെ തോന്നും. സെക്കൻഡ് സ്റ്റേജിൽ അവൾ പൊസസീവാണ് അല്ലെങ്കിൽ അവൻ പൊസസീവാണ് എൻ്റെ കാര്യത്തിൽ എന്നുള്ളതായിരിക്കും തോന്നുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് അതൊരു ഒബ്സഷൻ എന്നൊരു സ്റ്റേജിലേക്ക് മാറുന്നത് ആരും അറിയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല. കിടന്ന് ശ്വാസം മുട്ടുക. വിട്ട് കളയണമെന്ന് വെച്ചാൽ അത് നടക്കില്ല. എന്നാൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? അത് നടക്കില്ല. ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി, 2 പേർക്കും ശരിക്കൊരു പ്രൈവറ്റ് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ പാർട്ട്ണറിന്. കാരണം അവരൊരു ഇൻഡിവിജ്വലാണ്, അവർക്കൊരു പ്രൈവസി ഉണ്ട്. അതിലേക്ക് ഇടിച്ച് കയറാണ്ടിരിക്കുക. മനസ്സിലാക്കേണ്ട മെയിൻ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, always communicate whatever in between you guys and also maintain a healthy relationship.